May I come in, sir? ഓ വരൂ ഇൻസ്പെക്ടർ വൈശാലി, വരൂ. ഇരിക്കൂ. Thank you, sir. ഇൻസ്പെക്ടർ വൈശാലി, ഇവിടേക്ക് വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? കാലി ചൗക്കി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനിതുവരെ 3 ഇൻസ്പെക്ടേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് ചാർജ് ഏൽപ്പിക്കാൻ നോക്കി. പക്ഷെ അവരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ലോങ് ലീവ് എടുത്ത് വീട്ടിൽ പോയി. ഞാൻ അറിഞ്ഞു, സർ. കാക്കി ധരിച്ച നാൾ മുതൽ ഞാൻ ഡ്യൂട്ടി എന്റെ ധർമ്മമായി കരുതുന്നവളാണ്. കാക്കി ധരിച്ച് കടമ നിർവഹിക്കുന്ന സമയത്ത് മരണഭയം എന്നെ ഒരിക്കലും തളർത്താറില്ല, സർ. That's good. I appreciate your spirit. ഇൻസ്പെക്ടർ വൈശാലി, ഇന്നു മുതൽ കാലി ചൗക്ക് പോലീസ് സ്റ്റേഷന്റെ ചാർജ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ചാർജ് എടുക്കുന്ന ഏരിയ വളരെ അപകടം നിറഞ്ഞതും സെൻസിറ്റീവുമാണ്. പക്ഷെ നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങളുടെ പേര് കേട്ടാൽ തന്നെ സാമൂഹ്യദ്രോഹികൾ വിയർക്കും, ഞെട്ടി വിറയ്ക്കും. കാലി ചൗക്കി ഏരിയ ഡേഞ്ചറസ് ആണെന്ന് ഓർമ്മ വേണം. ജീവിതത്തിൽ മരണം ഒരിക്കലും ഉണ്ടാവൂ. പിറന്ന മണ്ണിനു വേണ്ടി പോരാടി മരിക്കുന്നവർ രക്തസാക്ഷികളായി തീരും. And I love my India, sir. വെരി ഗുഡ് ഇൻസ്പെക്ടർ വൈശാലി. നിങ്ങളെക്കുറിച്ച് കേട്ടുകേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നേരിട്ട് ബോധ്യമായിരിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു. ഈ ഫയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺഫിഡൻഷ്യലുമാണ്. ശ്രദ്ധിച്ചു വായിക്കണം. നന്നായി വായിച്ച് വിലയിരുത്തൂ. യെസ്, സർ. എല്ലാം സർ പറഞ്ഞതുപോലെ നടക്കും. ഞാൻ കലക്കും, സത്യം പറഞ്ഞോ. ആ ലോക്കപ്പടക്കേ പൊന്നു തമ്പുരാൻ, 2 കൈ തന്നിട്ടുണ്ടല്ലോ നിനക്കൊക്കെ. എന്നിട്ട് കക്കാൻ നോക്കുന്നു. പണിയെടുത്താൽ എന്താണ് നിനക്കൊക്കെ? ഇൻസ്പെക്ടർ കദം. അതെ, ഞാൻ ഇൻസ്പെക്ടർ വൈശാലി ഭാർഗവ്. മാഡം. ഇറ്റ്സ് ഓൾ റൈറ്റ്. അകത്ത് വലിയ ബഹളം കേട്ടല്ലോ. അകത്ത് ഒരു കള്ളനാ. എനിക്കും കാണണം. നല്ലവണ്ണം തല്ലിച്ചതച്ചിട്ടുണ്ടല്ലോ. മാഡം, ഇവിടുത്തെ ഒരു കവലച്ചട്ടപ്പിയാ. 2 പൊട്ടിച്ചാല് സത്യം പറയൂ. എന്താണ് ഇയാളുടെ ചാർജ്? അത് സാറേ, ഞാൻ വിശന്നപ്പോ ഒരു ബണ്ണ് പൊട്ടിച്ചു തന്നു സാറേ. കള്ളനവൻ. ഇൻസ്പെക്ടർ കദം കള്ളനാണോ എന്നതൊക്കെ കോടതി തീരുമാനിച്ചുകൊള്ളൂ. സ്വയം തീരുമാനിക്കണ്ട. ഒന്നും മറക്കണ്ട. ഇന്നു മുതൽ ഈ സ്റ്റേഷന്റെ ഇൻചാർജ് ഇൻസ്പെക്ടർ വൈശാലി ഭാർഗവാണ്. അനാവശ്യമായ ലോക്കപ്പ് മർദ്ദനം ഞാൻ അനുവദിക്കില്ല. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാഡം. വൈശാലി ഭാർഗവ്.
ഈ പേപ്പർ ഇവിടെ വെച്ചത്? സാറേ, സാറ് വരുന്നതിന് മുമ്പ് ഞാൻ ഈ മുറി വൃത്തിയാക്കിച്ചാണല്ലോ. ഇവിടെ ആരും വന്നിട്ടുമില്ല. തന്റെ പേരെന്താ? കോൺസ്റ്റബിൾ വിക്രം സിംഗ്. പുറത്തു കണ്ട ആ ലേഡി കോൺസ്റ്റബിളിനെ വിളിക്കൂ. ലേഡി കോൺസ്റ്റബിളോ? സാറേ, ഈ സമയത്ത് ലേഡി കോൺസ്റ്റബിൾ ആരും ഇല്ലല്ലോ. പിന്നെ ഒരാളുണ്ട്, അവരുടെ ഡ്യൂട്ടി രാത്രിയിലാ. ഹെഡ് കോൺസ്റ്റബിൾ പുഷ്പ മാത്രേ. ഞങ്ങളെല്ലാവരും അവരെ പുഷ്പേടത്തിന്ന് വിളിക്കാറ്. ശരി, നിങ്ങൾക്ക് പോകാം. താങ്ക് യു. ഹെഡ് കോൺസ്റ്റബിൾ പുഷ്പ മാത്രേ സാർ. നിങ്ങൾ ഇവിടെ പുഷ്പയിടത്തെന്നും വിളിക്കാറുണ്ടല്ലേ? ശരിയാ മാഡം. മാഡം എങ്ങനെ അറിഞ്ഞു? ഇവിടെയുള്ളവർ പറഞ്ഞു. പുഷ്പ, നിങ്ങളെ കൂടാതെ ഒരു ലേഡി കോൺസ്റ്റബിൾ കൂടി ഇവിടെ ഡ്യൂട്ടിയിലുണ്ടല്ലേ? ഇല്ല, വേറെ ആരുമില്ല മാഡം. ഈ സ്റ്റേഷനിൽ എന്നെ കൂടാതെ ഒരു ലേഡി കോൺസ്റ്റബിളും ഇല്ല. അപ്പോൾ ഞാനിന്ന് രാവിലെ അവരെ കണ്ടതാണല്ലോ. പക്ഷെ അവരുടെ മുഖം കാണാൻ പറ്റിയില്ല. മെലിഞ്ഞ ദേഹപ്രകൃതിയാണ്. ഹൈറ്റ് ഏതാണ്ട് 5 അടി 5 ഇഞ്ചോളം കാണും. വെളുത്ത നിറം, പിന്നെ നല്ല മുടിയുമുണ്ട് അവർക്ക്. എന്തു പറ്റി? ഒന്നുമില്ല മാഡം. മാഡം പറഞ്ഞതുപോലുള്ള ഒരു സ്ത്രീയും ഇവിടെ ഇല്ല. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ശരി, പുഷ്പ പൊക്കോ. ഓക്കെ. ഇൻസ്പെക്ടർ കദം, ഞാനിപ്പോ ജനലിലൂടെ ഒരു സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ അപ്പൊ തന്നെ ഓടി പുറത്തേക്ക് വന്നു. അങ്ങനെ വരില്ലല്ലോ മാഡം. മാഡത്തിന്റെ ഓഫീസിൽ എത്തി നോക്കാൻ ആർക്കാ ധൈര്യം വരിക? ആ മാഡത്തിന് വെറുതെ തോന്നിയതാവും. അല്ല ഇൻസ്പെക്ടർ കദം, ഇവിടെ എന്തോ പന്തികേടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, പക്ഷെ എന്തോ ഉണ്ട്.
സാറ് എന്നെ എന്തിനാ ഇവിടേക്ക് വിളിപ്പിച്ചത്? വിക്രം സിംഗ്, ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്താ അറിയേണ്ടത്? നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതായി വല്ല അപകടമോ മറ്റോ ഉണ്ടായതായിട്ട് അറിയാമോ? ഈ സ്ഥലം എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും സാറേ? എന്താണ് ഈ സ്ഥലത്ത് വെച്ചുണ്ടായത്? ഇവിടെ വെച്ചാ ആ ഭീകര സംഭവം ഉണ്ടായത്. ഇവിടെ വെച്ചാ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ സീനിയർ ഇൻചാർജായ ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ദാരുണമായ കൊല നടന്നത്. എന്ത്? ഇൻസ്പെക്ടർ പൂർവി സിംഗ് ഇവിടെ വെച്ചാണോ കൊല്ലപ്പെട്ടത്? സമയം രാത്രി. ഇൻസ്പെക്ടർ പൂർവി സിംഗ് തനിയെ ജീപ്പ് ഓടിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് ഈ 3 വഴികളിൽ നിന്നും വണ്ടികളിൽ ഒളിച്ചിരുന്ന ഗുണ്ടകൾ 3 ഭാഗത്തു നിന്നും നിർത്താതെ നിർദാക്ഷിണ്യം അവരെ വെടിവെച്ചു. ദേഹത്താകെ വെടികൊണ്ടുകളേക്ക് ഇൻസ്പെക്ടർ പൂർവി സിംഗ് വീരശരമാണ്. ഹലോ, മേഡം എപ്പോഴാ വരിക? വരേണ്ട സമയം ആവുന്നേ ഉള്ളൂ. ദാ, വന്നല്ലോ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ സാർ. നിങ്ങളൊക്കെ ആരാ? പിന്നെ ഇതെന്താണ്? അങ്ങ് ഇൻസ്പെക്ടർ വൈശാലി അല്ലേ? ഞങ്ങൾ ഞങ്ങളുടെ ബോസിന്റെ വകയായി സാറിന് ദീപാവലിയുടെ സ്വീറ്റ് തരാൻ വന്നാണ്. ദീപാവലിയുടെ സ്വീറ്റ്സ് എനിക്ക് വേണ്ടിയോ? ആരാണ് നിങ്ങളുടെ ബോസ്? ഈ നഗരത്തിലെ പ്രമുഖൻ ഖത്രി സാർ. രാകേഷ് കുമാർ ഖത്രി. അതെ. എന്താ ആള് വരാത്ത? സാർ അങ്ങനെ വരാറില്ല. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മുതലാളി വീട്ടിലേക്ക് മേഡത്തെ ക്ഷണിച്ചിട്ടുണ്ട്. എന്തു പറ്റി മാഡം? എടുത്തോണ്ട് പോകൂ ഇത്. എനിക്ക് നിങ്ങളുടെ ബോസിനെ ഒന്ന് കാണണം. ശരി, മാഡം ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറുമായി വന്നേക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തനിയെ വന്നോളാം. ശരി, മാഡത്തിന്റെ ഇഷ്ടം. വരണം ഇൻസ്പെക്ടർ വൈശാലി. രാകേഷ് കുമാർ ഖത്രി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നിങ്ങൾ ആകെ അമ്പരന്നിരിക്കുമല്ലേ? സർക്കാർ നിങ്ങളെ നാസിക്കിൽ നിന്ന് നേരെ ഇവിടേക്ക് വരുത്തിയതിന്? ഇതിൽ അങ്ങനെ തോന്നാനായി ഒന്നുമില്ല ഖത്രി സർ. ഞങ്ങളുടെ ജോലിയിൽ ട്രാൻസ്ഫർ ഒരു നിത്യ സംഭവമാണ്. ക്രൈം കൂടുതലുള്ള ഏരിയയിൽ എന്താണെന്നറിയില്ല, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ അധികാരികൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്.
ഈ പ്രദേശം വളരെ സെൻസിറ്റീവ് തന്നെയാ. ജനങ്ങൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല. ഇവിടുത്തെ പോലീസ് പോലും സുരക്ഷിതരല്ല. അപ്പൊ പിന്നെ ജനങ്ങളുടെ കാര്യം? പോലീസ് സുരക്ഷിതരല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? ഖത്രി സർ, ഉം. സാറ് ഇൻസ്പെക്ടർ പൂർവി സിംഗിനെ കുറിച്ച് കേട്ടിരിക്കുമല്ലോ. പൂർവി സിംഗ്? ഇൻസ്പെക്ടർ പൂർവി സിംഗ് നല്ല ഓഫീസറായിരുന്നു. കാറ കളഞ്ഞ സത്യസന്ധ. കൈക്കൂലി എന്ന് കേട്ടാൽ അവർക്ക് കലി കയറുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കൊല്ലപ്പെട്ടതും. ഒരുപക്ഷെ അത് തന്നെയാകും. പക്ഷെ അവരെ കുറിച്ച് മറ്റൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഇൻസ്പെക്ടർ പൂർവി സിംഗ് ചാർജ് എടുത്ത സ്ഥലത്തെല്ലാം സ്വന്തം ബിഹേവിയർ മൂലം ശത്രുക്കളെ ഉണ്ടാക്കിയിരുന്നുവെന്ന്. ഇൻഫാക്ട് പോലീസ് എല്ലാവരുമായും സൗഹൃദം സൂക്ഷിക്കണ്ടേ? സാറ് പറഞ്ഞത് ശരിയാണ്. സൗഹൃദം എനിക്കും ഇഷ്ടമാണ്. ഗുഡ്. വരൂ, ഇരിക്കൂ. ആഹാ. ആദ്യം സൗഹൃദത്തിലാവട്ടെ. നിങ്ങളോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ നിങ്ങൾ ഞാൻ അയച്ച സ്വീറ്റ് തിരിച്ചയച്ചല്ലോ. അതൊരു കാരണമുണ്ട് സർ. അധികം മധുരം കഴിച്ചാൽ ഡയബറ്റീസ് വന്നാലോ എന്ന് പേടിച്ചിട്ടാ തിരിച്ചയച്ചത്. എനിക്ക് മനസ്സിലായി. ഇനി മേഡത്തിന് കാഴ്ചയായി എരിയും പുളിയുള്ള സാധനമേ കൊടുത്തയക്കൂ. വളരെ നന്ദി. വീണ്ടും സ്വീറ്റ്സോ? പേടിക്കണ്ട, സ്വീറ്റിന്റെ ബോക്സ് ആണെന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളിലുള്ള വസ്തു എരിയും പുളിയും ഉള്ളതാണ്. മേഡത്തിന് ഇഷ്ടപ്പെടും. ബോക്സ് തുറന്നു കാണിക്കുക. ഇത് എരിവും പുളിയുമുള്ളതല്ല, ഏറെ കയ്പുള്ളതാണല്ലോ. കയ്പുള്ള ഏത് വസ്തുവും ആരോഗ്യത്തിന് ഗുണപ്രദമായിരിക്കും. ഇത്രയും ഔദാര്യം കാണിക്കാൻ കാരണം? കാരണമോ? പോലീസുകാർക്ക് ശമ്പളം വളരെ കുറവല്ലേ. അവർ ജീവിതകാലം മുഴുവൻ ഓരോരോ ആഗ്രഹം നടത്താനായി ബുദ്ധിമുട്ടുന്നത് കാണാം. കുട്ടികളുടെ കാര്യം പോലും അവർക്ക് നടത്താൻ പറ്റുന്നില്ല. ഈ വിലക്കയറ്റത്തിന്റെ ഇടയിൽ സ്വന്തം കടമകൾ പോലും അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. മറ്റൊരു കാരണമുണ്ട്. ഈശ്വരൻ ഈ ഉള്ളവന് ആവശ്യത്തിലേറെ പണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് മാഡം ഇത് വാങ്ങണം. നന്ദി. എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വവുമില്ല. ഒറ്റത്തടി. കിട്ടുന്ന ശമ്പളം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കുന്നതാണ് എന്റെ രീതി. സാറിന്റെ വാക്ക് ഞാൻ തട്ടിക്കളഞ്ഞെന്ന് തോന്നരുത്. കണ്ടതിലേറെ സന്തോഷമുണ്ട്. പിന്നെ കാണാം. സാറേ, അവര് പോയി. അവക്ക് കുറുക്കന്റെ ബുദ്ധിയാ. ബോക്സിന്റെ സൈസ് കൂട്ടേണ്ടി വരുമെന്നാ തോന്നുന്നേ.
എന്താ? ഒന്നുമില്ല. നിങ്ങൾ നിങ്ങൾ പോയി കദമിനെ വിളിക്കൂ. ശരി. എന്നെ അന്വേഷിച്ചോ മാഡം? ഇൻസ്പെക്ടർ കദം, എനിക്ക് ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ഡയറി. ഇൻസ്പെക്ടർ കദം, എന്താ ചോദിച്ചേ? നിങ്ങൾ വേഗം പോയി ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ഡയറി കൊണ്ടുവരൂ. പക്ഷേ മാഡം അത് എനി പ്രോബ്ലം? ഇല്ല, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ ആ കേസിന് ഫയൽ ക്ലോസ് ചെയ്തല്ലേ? എനിക്ക് ഫയൽ അല്ല, എനിക്ക് ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ഡയറിയാണ് വേണ്ടത്. മാഡം ആ ഫയൽ തന്നെ ക്ലോസ് ചെയ്തല്ലേ? ഇനി ഡയറി നോക്കിയിട്ട് എന്താ കാര്യം? ഇൻസ്പെക്ടർ കദം, പൂർവി സിംഗ് ഏറെ ഡാഷിങ്ങും ബ്രില്യന്റുമായ ഓഫീസറായിരുന്നു. എനിക്ക് അവരുടെ ഡയറി സ്വന്തം ഗൈഡൻസിനാണ്. നിങ്ങൾക്കതിൽ ഒബ്ജക്ഷൻ ഉണ്ടോ? ഇല്ലില്ല, എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഞാനിപ്പോ തന്നെ അത് സെർച്ച് ചെയ്യാം. വിക്രം സിംഗ്, വിക്രം സിംഗ്, സാർ, താൻ ആ പൂർവി കേസിന്റെ ഡയറി പുറത്തിറക്ക്. പൂർവി കേസിന്റെ ഡയറിയോ? തനിക്ക് ചെവി കേക്കില്ലേ? വേഗം ഡയറി കൊണ്ടുവാ. യെസ് സാർ. ഇതാ സാർ. മാഡം, നിങ്ങൾക്ക് പോകാം. സർ. എന്താണ് ഈ പറയുന്നത് ഇൻസ്പെക്ടർ വൈശാലി? സർ, കാലി ചൗക്കിയിൽ ചാർജ് എടുത്ത നാൾ മുതൽ വിശദീകരിക്കാനാവാത്ത പല സംഭവങ്ങളും നടന്നു. ഇൻസ്പെക്ടർ പൂർവി സിംഗ് കൊല ചെയ്യപ്പെട്ട സ്ഥലം മുൻപ് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. പക്ഷെ അവിടെ ഞാൻ എത്തിയപ്പോൾ വിചിത്രമായ ചില കാര്യങ്ങളുണ്ടായി. ആരോ ഒരാളുടെ ദീനമായ രോദനം എനിക്ക് കേൾക്കാനായി. ഫയറിംഗിന്റെ ശബ്ദവും ഉണ്ടായി. പിന്നീട് പെട്ടെന്ന് എല്ലാം നിലച്ചു. സർ, ഇൻസ്പെക്ടർ വൈശാലി, നിങ്ങൾ പറഞ്ഞു വരുന്നത് ആ സംഭവത്തിന് കേസുമായി ബന്ധമുണ്ടെന്നാണോ? വാസ്തവത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ് സർ. എന്തോ ബന്ധമുണ്ട്. വൈശാലി, നിങ്ങൾ കണ്ടു അഥവാ കേട്ടു എന്ന് പറയുന്ന ആ വിചിത്രമായ സംഭവം നിങ്ങളെ കൂടാതെ മറ്റാരെങ്കിലും കാണുകയോ കേൾക്കുകയോ ഉണ്ടായോ? ഇല്ല സർ. അപ്പോൾ ഇത് വൈശാലിയുടെ തോന്നൽ മാത്രമാകാം. എന്താ, ശരിയല്ലേ? സർ, ഇത് ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ഡയറിയാണ്. ഇതെനിക്ക് കിട്ടിയ സന്ദേശങ്ങളും ഇവയിലെ ഹാൻഡ് റൈറ്റിംഗ് ഒരാളുടെ തന്നെ ആകുന്നത് എങ്ങനെയാണ്? എന്താ ഇതും എന്റെ തോന്നലാണോ? ഇൻസ്പെക്ടർ വൈശാലി, ഒന്നുകിൽ ഇത് യാദൃശ്യമാകാം, അല്ലെങ്കിൽ ആരോ കളിപ്പിക്കാൻ ചെയ്തതാകാം. എങ്കിലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇവയിലെ കൈയക്ഷരങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് അയച്ചു കൊടുക്കാം. താങ്ക് യു സർ. സർ, ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്.
ഞാൻ ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റീഓപ്പൺ? ഇനി അതുകൊണ്ട് എന്ത് കാര്യം? ഇതിന്റെ അപേക്ഷയാണ് സർ. ശരി ഇൻസ്പെക്ടർ വൈശാലി, നിങ്ങളുടെ ഇഷ്ടം പോലെ ആട്ടെ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ കേസ് മൂലം വീണ്ടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലകുനിക്ക് ഇടവരരുത്. നോ സർ, ദിസ് ഈസ് എ വെരി സീരിയസ് മാറ്റർ. ഞാൻ മൂലം സാറിന് തലകുനിക്കേണ്ടി വരില്ല. ഓക്കെ, ഗോ അഹെഡ്. താങ്ക് യു സർ. ഇൻസ്പെക്ടർ വൈശാലി ഭാർഗവ്, ഞാൻ ഇൻസ്പെക്ടർ പൂർവി സിംഗ്. നിങ്ങൾ ഇവിടെ വന്നതു മുതൽ ഞാൻ നിങ്ങളെ കാണാൻ ശ്രമിക്കുകയാണ്. ആത്മാവിനെ കണ്ടാൽ ആരും പേടിക്കും. പക്ഷെ നിങ്ങൾ എന്നെ ഭയപ്പെടരുത്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനായി ഇറങ്ങിയതല്ല. ഞാൻ കൊല്ലപ്പെട്ടിട്ട് 2 വർഷമായി. എൻ്റെ ആത്മാവ് ഇന്ന് നീതിക്ക് വേണ്ടി അലയുകയാണ്. നീതിക്ക് വേണ്ടിയോ? അതെ വൈശാലി, നീതിക്ക് വേണ്ടി. ജനങ്ങളെ രക്ഷിക്കേണ്ട പോലീസ് തന്നെ കുറ്റവാളികളെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനാകും? ഈ സമൂഹത്തിലാകെ അശാന്തി വ്യാപിപ്പിക്കുന്ന അവരെ പോലീസ് ജീവൻ പണയം വെച്ചും പിടികൂടി ജയിലിലാക്കാറുണ്ട്. എന്തെന്നാൽ നിയമത്തിന്റെ കരങ്ങൾ അവർക്ക് തക്കതായ ശിക്ഷയും നൽകാറുണ്ട്. പക്ഷേ ചില പോലീസുകാർ പണത്തിനുള്ള മോഹം കൊണ്ട് കുറ്റവാളികൾക്ക് കൂട്ടുനിന്ന് സമൂഹത്തിന്റെ നീതിബോധത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അവസരത്തിൽ മാന്യന്മാരുടെ ജീവിതം ദുസ്സഹമായിരുന്നു. ഓരോ കവലകളിലും വ്യാജ വാറ്റുചാരായ കേന്ദ്രങ്ങൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ, അന്യായമായ കച്ചവടങ്ങൾ, സ്മഗ്ലിംഗ് എന്നിവ നടന്നിരുന്നു. ഇതെല്ലാം തന്നെ നിയമത്തിന്റെ മൂക്കിന് താഴെയാണ് നടന്നിരുന്നതും. ഞാൻ എൻ്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് ഇവയെല്ലാം അവസാനിപ്പിക്കണമെന്ന് ചലഞ്ച് ചെയ്തു. പക്ഷെ ഞാൻ എന്തു ചെയ്യും? കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നല്ലോ. കഥം എന്താണിത്? ഇന്നുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. നിങ്ങളെ കൊണ്ട് എന്താ കാര്യം? എന്താ ചെയ്യാ കത്രി സാറേ, പുതിയതായി വന്ന ഇൻസ്പെക്ടർ പൂർവി സിംഗ് ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന്. വന്ന പൂതിയിൽ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. നോട്ടുകെട്ടിന്റെ മണം കേട്ടാലേ ആർക്കും മയക്കം വരും. ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാ. അവളോട് സംസാരിച്ചു നോക്ക്. എന്താ ഈ പറയണ കത്രി സാറേ? ഞാൻ ഇടപെട്ട പ്രശ്നം വഷളാക്കാനാ വഴി. എങ്കിൽ ശരി, ഞാൻ എന്റെ ആളെ അയച്ചേക്കാം. അതാ നല്ലത്. കോൺസ്റ്റബിൾ വിക്രം സിംഗ്, ആ രജിസ്റ്റർ ഒന്ന് കാണട്ടെ. ഇതെന്താ? തുറന്നു നോക്കണം. ബോസ് കൊടുത്തയച്ചാ. ആരാടോ തന്റെ ബോസ്? ആദ്യം ഒന്ന് തുറന്നു നോക്ക്. ഇത് നിങ്ങൾക്കുള്ള പങ്കാ. ഇന്നു മുതൽ വെറുതെ റെയ്ഡ് നടത്തേണ്ട ആവശ്യമൊന്നും വരില്ല. താൻ എന്താ കരുതിയത്? ഞാൻ റെയ്ഡ് നടത്തുന്നത് തന്റെ ബോസിന്റെ സ്വീറ്റ് ബോക്സിന് വേണ്ടിയാണെന്നാണോ? നിങ്ങൾ എന്താ കരുതിയത്? കുറെ റെയ്ഡ് നടത്തിയാൽ ഞങ്ങൾ ഇതൊക്കെ നിർത്തുമെന്നാണോ?
എന്നാൽ ചെന്ന് തന്റെ ബോസിനോട് പറയും, ഇവിടെ ഇൻസ്പെക്ടർ പൂർവി സിംഗ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പോലീസുകാരന് കൈക്കൂലി വാങ്ങില്ല, വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. എന്ത്? അതെ, ഒരു കാര്യം കൂടി ബോസിനെ അറിയിക്കണം. അധികം താമസിയാതെ അയാളെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കുമെന്ന്. അയാൾ എത്ര വലിയ പാന്തരായാലും ഈ പൂർവി സിംഗ് അയാളെ വലയ്ക്കുള്ളിലാക്കും. കടന്നു പോണം. ഇൻസ്പെക്ടർ പൂർവി സിംഗ് സാർ. ഓ, വെൽ ഡൺ ഇൻസ്പെക്ടർ പൂർവി സിംഗ്, വെൽ ഡൺ. മിസ് പൂർവി സിംഗ്, നിങ്ങൾ ഒരു സ്ത്രീ ആയിട്ട് കൂടി പോകുന്ന മേഖലയിലെല്ലാം വിജയം വരിക്കുന്നു. നിങ്ങളെ അനുമോദിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളിൽ അഭിമാനിക്കുന്നു. താങ്ക് യു സർ. ഞാൻ ചെയ്യുന്നത് എന്റെ കടമ മാത്രമാണ് സർ. പക്ഷേ സ്വന്തം കടമ പാലിക്കുന്നവരും അതിനുവേണ്ടി ജീവൻ പണയം വെക്കുവാനും മടിയില്ലാത്തവരായി എത്ര ഓഫീസർമാരുണ്ട് നിങ്ങൾക്കറിയാമോ? ആ ഏരിയ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണ്. അവിടെ ഡെയിലി ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുക. എവിടെയും റൗഡികളും ഗുണ്ടകളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് വരെ ഒരാളെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാറ് പറഞ്ഞത് ശരിയാണ്. ഞാൻ എത്ര റെയ്ഡ് നടത്തി. ഇല്ലീഗൽ ഗോഡൌണുകളിൽ, വ്യാജവാറ്റ് നടത്തുന്ന കേന്ദ്രങ്ങളിൽ, സ്മഗ്ലിംഗ് കേന്ദ്രങ്ങളിൽ, അവിടെ നിന്നൊക്കെ തൊണ്ടി കിട്ടാറുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ചെറിയ കയ്യാളുകളെയും പിടികൂടാറുണ്ട്. പക്ഷേ യഥാർത്ഥ കുറ്റവാളി എന്നും രക്ഷപ്പെടുന്നു. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ. യു ആർ റൈറ്റ് സർ. എനിക്ക് തോന്നുന്നത് ആ കുറ്റവാളികളുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉന്നതങ്ങളിൽ പിടിപാടുമുണ്ട്. കൂടാതെ അവർക്ക് എന്തിനേയും വിലയ്ക്ക് വാങ്ങാം. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയുകയാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ചിലർക്ക് അവരുമായി ബന്ധമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം? സർ, ഇതുവരെ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഞാൻ ആക്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒന്നിലും വിജയിച്ചു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മുടെ നീക്കങ്ങളെക്കുറിച്ച് അവരെ മുൻകൂട്ടി വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. യു ആർ റൈറ്റ് ഇൻസ്പെക്ടർ പൂർവി സിംഗ്. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയൂ. ആ സ്റ്റേഷനിൽ എനിക്ക് ഫ്രീ ഹാൻഡ് തരണം. ആൻഡ് ഐ പ്രോമിസ് യു സർ, ആ പ്രദേശത്ത് നടക്കുന്ന അരാജകത്വം ഞാൻ തുടച്ചു മാറ്റാം. ഇൻസ്പെക്ടർ പൂർവി സിംഗ്, എനിക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയി വർക്ക് ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. കഥം ഇൻസ്പെക്ടർ പൂർവി സിംഗ് ഞാൻ കൊടുത്തയച്ച സ്വീറ്റ് ബോക്സ് തിരിച്ചയച്ച കാര്യം അറിഞ്ഞില്ലേ? അപ്പോൾ അവളെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവൾ എന്റെ വാറ്റ് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി എത്രത്തോളം നഷ്ടം വരുത്തി വെച്ചെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇനി അവളിങ്ങനെ റെയ്ഡ് തുറന്ന ഭീമമായ നഷ്ടം ഞാൻ സഹിക്കേണ്ടി വരും. ഇനി എന്റെ കൈ രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ബിസിനസ് അടച്ചു പൂട്ടുക, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ പൂർവി സിംഗിനെ തുടച്ചു മാറ്റുക. പക്ഷെ കത്രി സാറേ, നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രമേ അതിന് പുറപ്പെടാൻ പാടുള്ളൂ. ഇനി ആലോചിക്കാനൊന്നും ഇല്ലടോ കഥം. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഞാൻ ഇവിടെ തന്നെ കാണും. പക്ഷെ ഇൻസ്പെക്ടർ പൂർവി സിംഗ് പോകും. എന്റേതൊരു തകർപ്പൻ ഓപ്പറേഷൻ ആയിരിക്കും. ആ ഓപ്പറേഷനിൽ പോലീസ് തന്നെയായിരിക്കും എന്നെ സഹായിക്കുക. പോലീസോ? ആ, നിങ്ങൾ തന്നെ. ഞാനോ? എങ്ങനെ? ഇനി നിങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല കഥം. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മാത്രം മതി. യെസ് ഓർ നോ? യെസ്. ഗുഡ്. എന്താണ് കാര്യം ഇൻസ്പെക്ടർ കഥം? മാഡം, ഇൻഫോർമേഷൻ പ്രകാരം ഇന്ന് രാത്രി വൈറ്റ് പാന്തർ അയാളുടെ ഷൂട്ടേഴ്സിനോടൊപ്പം തിരുവള്ളക്കാവിൽ എത്തുന്നുണ്ട്. ഞാൻ പുറപ്പെടാം. വേണ്ട, നിങ്ങൾ എവിടേക്ക് പോകണ്ട. മാഡം, ഈ സുവർണാവസരം കൈവിട്ടു പോകാൻ അനുവദിക്കരുത്. ഈ അവസരം ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഞാൻ തന്നെ അവിടേക്ക് പോകാം. എന്താ മാഡമോ? ആ, ഈ ഒരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ മാഡം,
എനിക്ക് ആ ഷൂട്ടേഴ്സിനെ ജീവനോടെ വേണം. അവരവിടെ എത്ര മണിക്കാണ് എത്തുന്നതെന്ന് പറഞ്ഞാൽ മതി. അവരുടെ ഗ്യാങ് 12:35 എത്തുമെന്നാണ് സൂചന. ശരി, കൃത്യം 12:35 നിങ്ങൾ പോലീസ് ഫോഴ്സുമായി അവിടെ എത്തണം. എനിക്ക് അവരെ ജീവനോടെ വേണം. അതിന് നീ ജീവനോടെ ഇരിക്കണ്ടേ? നിങ്ങൾ ഈ ചെയ്തത് ചതിയായിപ്പോയി. മറക്കല്ല, നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മരണശേഷവും നിന്നെ ഞാൻ പിന്തുടരും. വെറുതെ വിടില്ല ഞാൻ. വൈശാലി, എന്റെ മരണത്തിന് കാരണമായത് ഖത്രിയോ ആ ഷൂട്ടേഴ്സോ അല്ല, മറിച്ച് ഇൻസ്പെക്ടർ കദമാണ്. എന്ത്? ഇൻസ്പെക്ടർ കദം? അതായത് ഇൻസ്പെക്ടർ കദം ഖത്രിയുടെ ആളാണെന്നാണോ? ആ, അന്ന് കദം അവരെ സഹായിച്ചതുകൊണ്ടാണ് എന്നെ അവർക്ക് കൊല്ലാൻ കഴിഞ്ഞത്. പൂർവി സിംഗ്, നിങ്ങളെപ്പോലൊരു സത്യസന്ധയായ പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെടാൻ ഇരയായതിൽ എനിക്ക് അമർഷമുണ്ട്. ഇവിടെ ചാർജ് എടുക്കും മുമ്പ് കമ്മീഷണർ സാർ എനിക്കൊരു കോൺഫിഡൻഷ്യൽ ഫയൽ തന്നിരുന്നു. അത് ഖത്തറുടെ ഫയലായിരുന്നു. അയാളെ ഞാൻ പിടികൂടാം. എങ്കിലും എളുപ്പവഴിയിലൂടെ പണം സമ്പാദിക്കാനായി നമ്മുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഖത്രിയെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്റെ രക്തം തിളയ്ക്കുകയാണ്. നോക്ക് വൈശാലി, ആ സാമൂഹ്യ ദ്രോഹികളെ മാത്രം പോരാ, അവരുടെ വലം കൈയായി പ്രവർത്തിക്കുന്ന പോലീസുകാരും ശിക്ഷിക്കപ്പെട്ടാലേ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. വൈശാലി, എന്നെ നിങ്ങൾ സഹായിക്കില്ലേ? പൂർവി, നിങ്ങളുടെ ഘാതകന്മാരെ പിടികൂടാനാണ് ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്തത് തന്നെ. ഇന്ന് എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. നിയമം ലംഘിക്കുന്നവർക്ക് കൂട്ടുനിന്നത് നിയമപാലകർ തന്നെയായിരുന്നെന്ന്. ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിങ്ങൾ ജീവൻ ബലിയർപ്പിച്ചു. ഇനി ആ ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, അവരെല്ലാം കുടില തന്ത്രജ്ഞരാണ്, കൂടാതെ ഏറെ ശക്തരും. അവർക്ക് നിയമപാലകരുടെ സഹായവുമുണ്ട്. തനിച്ചവരെ നേരിടുക എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്നെ എങ്ങനെ സഹായിക്കാനാവും? പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം.
വൈശാലി മാഡം എന്നെ വിളിച്ചോ? ഹാ ഇൻസ്പെക്ടർ കദം, ഞാനാകെ ഒരു ചിന്താകുഴപ്പത്തിലാണ്. എന്താണ് കാര്യം? അത് തുറന്നു പറയുന്നതിന് മുൻപ് നമുക്കിടയിൽ നടക്കുന്ന സംഭാഷണം നിങ്ങൾ മറ്റാരോടും പറയില്ലെന്ന് വാക്ക് തരണം. പേടിക്കണ്ട, നിങ്ങൾക്കും ഗുണമുള്ള കാര്യമാണ്. എന്നാൽ പറയൂ, പറയണം. നമ്മൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലല്ലോ. നിങ്ങൾ പോയി ഒന്ന് നോക്കിയിട്ട് വരൂ. ഇല്ല, ഇവിടെ ആരുമില്ല. കദം, കുറച്ചു നാൾ മുമ്പ് ഖത്രി സാർ എനിക്കായി സ്വീറ്റ് ബോക്സ് അയച്ചിരുന്നു. ഞാനത് തിരിച്ചയച്ചു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു. അവിടെ വെച്ച് അദ്ദേഹം മുൻപത്തേക്കാളും വലിയ സ്വീറ്റ് ബോക്സ് തന്നു. അതും ഞാൻ തിരിച്ചു കൊടുത്തു. ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ ചെയ്തത് ശരിയോ അതോ തെറ്റോ? കഥം എന്തു പറയുന്നു? ഞാനോ? മാഡം, നിങ്ങൾ എന്റെ സീനിയറാ. ആദ്യം സ്വന്തം അഭിപ്രായം എന്താണെന്ന് കേൾക്കട്ടെ മാഡം. തെറ്റായിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. മാഡം, ഞാൻ നിങ്ങളെ കുറച്ചു മുമ്പ് ഇങ്ങനെയല്ല കരുതിയത്. കഥം, എന്നെ കുറിച്ചുള്ള മുൻവിധികളെല്ലാം മാറ്റിവെച്ചേക്കൂ. എന്താണ് ആലോചിക്കുന്നത്? എനിക്ക് വിശ്വാസം വരുന്നില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കുവാനായി ഈ തെളിവ് കയ്യിൽ വെച്ചോളൂ. ഞാൻ ചെയ്തത് ശരിയോ അതോ തെറ്റോ? കഥം എന്തു പറയുന്നു? ഞാനോ? മാഡം, നിങ്ങൾ എന്റെ സീനിയറാ. ഇപ്പോൾ വിശ്വാസം വന്നോ? 101% മാഡം. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ ഇപ്പോൾ തന്നെ ഖത്രി സാറിനോട് സംസാരിക്കാം. അവള് പറഞ്ഞത് അപ്പാടെ വിശ്വസിച്ചിങ്ങോട്ട് പുറപ്പെട്ടു അല്ലേ? കഥം, അവക്ക് കുറുക്കന്റെ ബുദ്ധിയാ. ഞാൻ അവളെ വിശ്വസിക്കില്ല. പക്ഷെ ഖത്രി സാറേ, സാർ ഈ ടേപ്പിലുള്ളതൊക്കെ കേട്ടതല്ലേ? ആ കേട്ടു. പക്ഷെ അതും ഒരടവാകാം. കഥം, താൻ എന്റെ ആളാണോ അതോ ഡിപ്പാർട്ട്മെന്റിന്റെ ആളോ? ഇത് നല്ല ചോദ്യം മുതലാളി. 100% ഞാൻ മുതലാളിയുടെ ആളല്ലേ? ശരി ശരി, ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം ചെയ്യും. ബോസ് വന്നു വിട്ടതാ. മധുരമുള്ളതോ എരിവുള്ളതോ? തുറന്നു നോക്കൂ. എന്റെ നന്ദി അദ്ദേഹത്തെ അറിയിക്കാൻ മറക്കരുത്. യെസ് മാഡം.
വൈശാലി, സർ. എനിക്ക് നിങ്ങളുടെ മേശ പരിശോധിക്കണം. മേശയോ? അഭിനയമൊന്നും വേണ്ട വൈശാലി. ഇൻസ്പെക്ടർ കദം, ഇൻസ്പെക്ടർ വൈശാലി, ഇത് വിശ്വാസവഞ്ചനയായി. നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ല. എന്റെ എല്ലാ ധാരണയും തെറ്റി. പക്ഷെ ഞാൻ എന്തു ചെയ്തു എന്നാണ്? നിങ്ങൾ കൈക്കൂലി വാങ്ങിയില്ലേ? കൈക്കൂലി. ഈ ബോക്സിൽ നോട്ട് കെട്ടുകളാണ്. അതെല്ലാം നുണയാണ് സർ. സാർ, കാണാൻ പോണ പൂരം ചോദിച്ചറിയണോ? ഞാൻ ഈ ബോക്സ് ഒന്ന് തുറന്നാൽ കമ്മീഷണർ സാറേ പിന്നെ സത്യമെന്നാണെന്ന് അറിയാമല്ലോ. മാഡം, വിത്ത് യുവർ പെർമിഷൻ. ഇൻസ്പെക്ടർ കദം, ഇതെന്താണ്? ഇത് ലഡുവാണ് സർ, കൈക്കൂലിയല്ല. ഐ എം സോറി ഇൻസ്പെക്ടർ വൈശാലി. ഐ എം വെരി വെരി സോറി. സാരമില്ല സർ. കദം, നേരെ ഓഫീസിലേക്ക് വാ. കദം, ബോക്സ് ഇവിടെ വെക്കേ. എന്താ അത് കത്രി സാറ്? ഇന്ന് സാർ എന്നെ കമ്മീഷണർ സാറിന്റെ മുന്നില് തല കുനിപ്പിച്ചു. മുതലാളി കാരണം ആ കമ്മീഷണറുടെ മുന്നിൽ ഞാൻ കളനായി. എന്താണ് ഉണ്ടായത്? സാർ അറിഞ്ഞില്ലേ? സാർ ഇന്ന് ഇൻസ്പെക്ടർ വൈശാലിക്ക് കൊടുത്തയച്ച ബോക്സില് എന്തായിരുന്നു? നോട്ട് കെട്ടുകൾ അല്ലാതെ? അല്ലെന്നേ, നോട്ടല്ലായിരുന്നു. അതില് ലഡു ആയിരുന്നു. ലഡു. പിന്നെ ലഡു കൈക്കൂലിയുടെ പടിയിൽ പെടില്ല സാറേ. അപ്പോ എന്താ സംശയം? നമ്മുടെ എല്ലാ പ്ലാനിങ്ങും ഫെയിലായി. അല്ലാതെ അല്ല, ഈ നോട്ട് എങ്ങനെ ലഡുവായി? ഈ നൂറ്റാണ്ടിൽ എന്തും സംഭവിക്കും. ഇൻസ്പെക്ടർ വൈശാലി, ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല കദം സാറേ. കടുവയെ പിടിച്ച് കിടുവെന്ന ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? തെറ്റിദ്ധരിക്കരുത് സാറേ. സ്റ്റേഷനിൽ വെച്ച് പൈസ വാങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ പിന്നെ അത് ഒളിപ്പിക്കുവാനും എനിക്ക് വശം കാണും. ഇതെല്ലാം എന്റെ കൈയടക്കമാണെന്ന് കരുതിയാൽ മതി. പിന്നെ ഇതാ പിടിച്ചോളൂ നിങ്ങളുടെ പൈസ. മിസ്റ്റർ കദം, നിങ്ങൾ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. പിന്നെ ഖത്രി സാറേ, ഇനി നിങ്ങളും ഞാനും തമ്മിൽ ഒരിക്കലും സൗഹൃദത്തിലാകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. സൗഹൃദത്തിന്റെ അടിത്തറ വിശ്വാസവും സത്യസന്ധതയുമാണ് മിസ്റ്റർ ഖത്രി. നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു. ഐ എം സോറി. ഐ എം റിയലി സോറി ഇൻസ്പെക്ടർ വൈശാലി. ജീവിതത്തിൽ ആദ്യമായി എനിക്കൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റി. ഐ എം റിയലി സോറി. അതൊക്കെ കഴിഞ്ഞ കഥ. ദയവായി ഈ രൂപ വാങ്ങിക്കണം. സാധ്യമല്ല ഖത്രി സർ. ഒരിക്കൽ വിശ്വാസം നഷ്ടമായാൽ അത് തിരികെ കിട്ടില്ല. ഇനി നമ്മൾ കണ്ടുമുട്ടണമെങ്കിൽ ആ സമയത്ത് എന്റെ കയ്യിൽ നിങ്ങൾക്കായുള്ള അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കും. ഓർത്തോളൂ. നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഒരു വ്യാപാര സ്ഥാപനവും നടത്തിക്കൊണ്ട് പോകാമെന്ന് ഇനി നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഞാൻ അഴയെണ്ണിക്കും. കദം, സംഗതി പ്രശ്നമായി കഴിഞ്ഞു. നാളത്തെ സൂര്യോദയം ഇവൾ കണ്ട നമ്മൾ അഴി എണ്ണേണ്ടി വരുമെന്നുറപ്പാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേഷൻ വൈറ്റ് പാന്തർ.
പറയട്ടെ സാർ. ആരാണ് നിങ്ങൾ? അനുവാദം കൂടാതെ എങ്ങനെയാണ് നിങ്ങൾ അകത്തു വന്നത്? ഞാനെല്ലാം പറയാം സാർ. എനിക്ക് പറയാനുള്ളത് കേൾക്കണം. നിങ്ങൾ ആരാണ്? അനുവാദം കൂടാതെ എങ്ങനെ ഇവിടെ വന്നു? കോൺസ്റ്റബിൾ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. താൻ പൊയ്ക്കോ. ശരി സാർ. പറയൂ, എന്തിനാണ് ഇവിടെ വന്നത്? സാർ, അങ്ങേക്ക് അറിവുള്ളതാണ്, എത്രയോ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് അപരാധികൾ അഴിഞ്ഞാടുകയാണ്. പോലീസ് നിഷ്ക്രിയരാണെന്ന് ഞാൻ ഒരിക്കലും ആരോപിക്കുകയല്ല സാർ. എത്രയോ പോലീസ് ഓഫീസർമാർ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവരെ പിടികൂടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കുറ്റവാളികൾ ഏറെ ശക്തരായതിനാൽ പല പോലീസ് ഉദ്യോഗസ്ഥരും പേടിച്ച് ട്രാൻസ്ഫർ വാങ്ങി സ്ഥലം വിടും. ഭയപ്പെടാത്തവരെ ആ കുറ്റവാളികൾ തുടച്ചു മാറ്റുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? സാർ, ഇൻസ്പെക്ടർ പൂർവി സിംഗ് ആ കുറ്റവാളികളെ തുടച്ചു മാറ്റുമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു. ഒരു പരിധിവരെ അവർ ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിലെ ചിലർ കുറ്റവാളികളുടെ പിണിയാളുകളായിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് ഇൻസ്പെക്ടർ പൂർവി സിംഗിനെ കൊല ചെയ്തു. പൂർവി മരിച്ചു. പക്ഷേ കുറ്റവാളികൾ ഇന്നും പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? സാർ, അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സമർത്ഥയും ധൈര്യവുമുള്ള ഓഫീസറുണ്ടല്ലോ, ഇൻസ്പെക്ടർ വൈശാലി. അവർ മൂലം കുറ്റവാളികൾ ആകെ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് അവർ ഇൻസ്പെക്ടർ വൈശാലിയെ കൊല്ലാനായി കെണിയൊരുക്കി കഴിഞ്ഞു. പൂർവി സിംഗിന് വേണ്ടി ഒരുക്കിയ അതേ കണി കമ്മീഷണർ സാർ, ഇൻസ്പെക്ടർ വൈശാലിയുടെ ജീവൻ അപകടത്തിലാണ്. ഇതെല്ലാം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതൊന്നും ചോദിക്കരുത്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് സാർ. അങ്ങ് എത്രയും വേഗം പോലീസ് ഫോഴ്സിനെയും കൊണ്ട് തിരുവള്ളക്കാവിലെത്തണം. നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്നും പറയാതെ നിങ്ങളെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നിങ്ങൾ എന്റെ വാക്കുകൾ വിശ്വസിക്കണം സാർ. സമയം പാഴാക്കരുത് സാർ. നിങ്ങളുടെ രൂപം ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റേത് പോലുണ്ടല്ലോ. അവരുടെ അതേ ഛായ. ആരാണ് നിങ്ങൾ? ഞാൻ ആരുമാകട്ടെ, സമയം പാഴാക്കാതെ വൈശാലിയെ രക്ഷിക്കൂ സാർ. My God. കണ്ടില്ലേ കത്രി സാറേ, ഇൻസ്പെക്ടർ പൂർവി സിംഗിന്റെ ഗതി തന്നെ ഇവൾക്ക് വന്നു എന്നേ പറയണ്ടു. ദദം, തന്നെ പോലൊരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൺഗ്രാറ്റ്സ്. താൻ കാരണം ഓപ്പറേഷൻ വൈറ്റ് പാന്തർ വിജയിച്ചിരിക്കുന്നു. ഹാൻഡ്സ് അപ്പ്. ആരും അനങ്ങി പോകരുത്. ഇൻസ്പെക്ടർ വൈശാലി,
അപ്പൊ ഇതാരാ? ഇൻസ്പെക്ടർ പൂർവി സിംഗ്. പൂർവി സിംഗ് Don't move. You are all under arrest. അരുത് ഇൻസ്പെക്ടർ വൈശാലി, ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ പൂർവി സിംഗ്, ഇവർ അപരാധികളാണ്. ആ, ഇവർ അപരാധികളാണെന്ന് ഞാനും സമ്മതിക്കുന്നു. ഇവരെന്നെ കൊന്നവരാണ്. ഇവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിക്കും. ഹ. എന്താ കഥ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, മരണശേഷവും നിന്നെ വെറുതെ വിടില്ലെന്ന്. ഒരൊറ്റയാളെയും വെറുതെ വിടില്ല. എനിക്ക് മാപ്പ് തരണം please. എന്താ നിങ്ങളുടെ അഭിപ്രായം? മാപ്പ് കൊടുക്കണോ? അതെ ഇൻസ്പെക്ടർ, ഞങ്ങൾക്കെല്ലാം മാപ്പ് തരണം. ഞങ്ങൾ കള്ളക്കടത്തെല്ലാം ഉപേക്ഷിക്കാം. എത്ര ധൈര്യശാലികളായിരുന്നു നിങ്ങൾ. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യർ. ദയ എന്ന വികാരം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ മരണം മുന്നിൽ കണ്ടപ്പോൾ എല്ലാവരും പേടിത്തൊണ്ടന്മാരായല്ലോ. നിർത്ത്. ഇന്നൊരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. എല്ലാവരും ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. പക്ഷെ ഇൻസ്പെക്ടർ പൂർവി സിംഗ്, ഇവരെ നിയമം ശിക്ഷിച്ചുകൊള്ളൂ. എനിക്ക് വിശ്വാസമില്ല. ഇവരെ നിയമത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ ഒരുപക്ഷെ ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ഇവരുടെ കയ്യിൽ പണമുണ്ട്. പിന്നെ ഇൻസ്പെക്ടർ കഥത്തെ പോലുള്ള വഞ്ചകനായ പോലീസ് ഉദ്യോഗസ്ഥനുമുണ്ട്. ഇവരെ ജീവനോടെ വിട്ടാൽ നിഷ്കളങ്കരായ അനേകം മനുഷ്യർക്ക് ആപത്തുണ്ടാകും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവർക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഇതാ ഇപ്പോൾ തന്നെ. ഓടിക്കൂ. രക്ഷപ്പെടാൻ ശ്രമിച്ചോ? നിയമലംഘകരോടുള്ള യുദ്ധം അവസാനിച്ചു. അവർ പരാജയപ്പെട്ടു. നിയമം വിജയിച്ചു. ഈ യുദ്ധത്തിലെ അപകടകാരിയായ വ്യക്തി ഇൻസ്പെക്ടർ കദമായിരുന്നു. നിയമപാലകർ നിയമം ലംഘിച്ചാൽ പിന്നെ നിയമവാഴ്ച നടക്കുന്നു. നാടെങ്ങും അരാജകത്വം വർദ്ധിക്കും. വൈശാലി, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എനിക്കൊപ്പം നിന്നു. ഇന്നെൻ്റെ ആത്മാവിന് ശാന്തി ലഭിച്ചു. എനിക്ക് മോക്ഷവും. എനിക്ക് പോലീസുകാരോട് ഒരു പരാതിയുമില്ല. പക്ഷേ ഈശ്വരനോടൊരു അപേക്ഷയുണ്ട്. ഒരിക്കലും ഇൻസ്പെക്ടർ കഥത്തെ പോലുള്ള വഞ്ചകനായ ഉദ്യോഗസ്ഥന് ജന്മം കൊടുക്കരുതേ എന്ന്. നിങ്ങളെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. നിങ്ങൾ മൂലമാണ് ഈ പ്രദേശത്ത് അരാജകത്വം അവസാനിച്ചത്.
നിങ്ങൾ മൂലമാണ് ഇൻസ്പെക്ടർ പൂർവി സിംഗ്.